ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലമൊക്കെ കണ്ട ശേഷം നമ്മളിനി എല്ലാവരും ബസ്സിൽ കയറിയിട്ട് നമ്മളിനി അടുത്ത പോകുന്നത് ഒരു വാട്ടർഫോൾസിലേക്കാണ്. അതായത് ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ ഇനി ഒരു വിശദമായിട്ടൊരു കുളിവാസാക്കിയാലോ ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. അത്യാവശ്യം ഒരു വഴുവഴുക്കൊക്കെ ഉണ്ട്, പാറമേലായതുകൊണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മുമ്പേ വന്നത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുമാത്രമല്ല ഗൈസ്, നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു മഴ. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ എന്തായാലും വെള്ളത്തിലിറങ്ങി ഒന്ന് കുളിക്കണമല്ലോ. ആ ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് ഗൈസ് ഞങ്ങളെല്ലാവരും ഈ വശത്തേക്ക് പോണത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ മുന്നേ പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടാണ് സംഭവം. അപ്പോൾ അടിപൊളിയാണ്. ആ മേളയിൽ നിന്ന് വരുന്ന മലവെള്ളമാണ് ഗൈസ്. എന്ത് രസമെന്നറിയാമോ. ആ കാണുന്ന കൈതയുടെ സൈഡ് വശത്ത് അപ്പുറത്തെ വശത്താണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ നമ്മളിപ്പം പോകാൻ പോകുന്നത് ഏറ്റവും താഴെ വശത്താണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരൊക്കെ താഴെ പോയിരിക്കണതാണ്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ പോകാം. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടത്. അപ്പോൾ 2-3 ദിവസത്തിന് മുന്നേ ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് പതുക്കെയൊക്കെ ഇറങ്ങണമെന്ന് നിർദ്ദേശം തന്നിട്ടാണ് കുറച്ച് പേര് മുന്നോട്ട് പോയിരിക്കുന്നത് ഗൈസ്. അതിനിടയ്ക്ക് ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു, ആരും കണ്ടില്ല. അങ്ങനെ ഈ കാണുന്ന ഇലകളിലൊക്കെ മഴവെള്ളം വീണിട്ട് മഴ പെയ്ത് മൊത്തം നനഞ്ഞ് കിടക്കണേണ് കേട്ടോ. അപ്പോഴേ താഴെ ഒരു വലിയ സർപ്രൈസ് ഉണ്ട്, അതും കൂടെ കണ്ടേച്ച് വരാം എന്നാൽ. അങ്ങനെ പതിയെ ഞങ്ങൾ 3 പേരും കൂടെ താഴെ എത്തി ഗൈസ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും തയ്യാറെടുപ്പോടുകൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും തരണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.